ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. SN ഓട്ടോമൊബൈൽസ് നെടുമങ്ങാട് എന്ന് പറയുന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് തുടർന്ന് വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും. കുറച്ച് ബിസി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ, ഈ ഒരു വാഹനം റെനോൾട്ട് ഡസ്റ്റർ 2012 മോഡൽ ഡീസൽ വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് ടൈമിംഗ് ബെൽറ്റ് റീപ്ലേസിംഗ് ആണ്. അതിനോടൊപ്പം ഫ്രണ്ട് സസ്പെൻഷൻ വർക്ക് ചെറുതായിട്ടുണ്ട്. പിന്നെ സർവീസ് വർക്കുണ്ട്. ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻ്റ്, ഗിയർ ബോക്സ് ഓയിൽ, ഡീസൽ ഫിൽറ്റർ, പിന്നെ 4 വീലും ബ്രേക്കിൻ്റെ വർക്കുണ്ട്. അതിനോടൊപ്പം EGR ക്ലീനിങ് ഉണ്ട്. A to Z എല്ലാം നോക്കി ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇത് ടൈമിംഗ് ബെൽറ്റ് മാറേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം കിലോമീറ്റർ അല്ല, 60,000 കിലോമീറ്റർ, അടുത്ത 1,20,000 കിലോമീറ്റർ അങ്ങനെയാണ് പോകുന്നത്. 60 കൂടുമ്പോഴാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ബെൽറ്റ് ഡ്രൈവ് ആയതുകൊണ്ടാണ് ഈ കണക്ക് പറയുന്നത് കമ്പനി. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊണാൾഡ് ഡസ്റ്റർ, അതുപോലെ തന്നെ മഹീന്ദ്ര വെരിറ്റോ, റൊണാൾഡ് ലോഗൻ, നിസാൻ സണ്ണി, ഇതെല്ലാം എഞ്ചിനെല്ലാം സെയിം ആയിരിക്കും. എഞ്ചിൻ്റെ പാർട്സും കാര്യങ്ങളെല്ലാം സെയിം ആണ്, ടൈമിംഗ് ബെൽറ്റും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കണം. ഇതിൻ്റെ ഓൾട്ടർനേറ്റർ ബെൽറ്റ്, ടൈമിംഗ് ബെൽറ്റ്, ടെൻഷനർ, വാട്ടർ പമ്പ് എല്ലാം നമുക്ക് ചെക്ക് ചെയ്യണം ഇതിനോടൊപ്പം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,63,438 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല കെയർ ചെയ്ത് ഓടുന്നൊരു വാഹനമാണ്. അത്യാവശ്യം നല്ല സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്ന വാഹനമാണ്. അപ്പം നമുക്കിതിൻ്റെ കിലോമീറ്റർ ഇത്ര ആയതുകൊണ്ട് ഇത് 1,80,000 കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്താൽ മതി ടൈം ബെൽറ്റ്. പക്ഷേ കസ്റ്റമർ ഇപ്പോൾ എടുത്ത വാഹനമാണ്. കഴിഞ്ഞ പ്രാവശ്യം 1,20,000 ചേഞ്ച് ചെയ്തോന്ന് അറിയത്തില്ല ടൈമിംഗ് ബെൽറ്റ്. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ എന്നോട് പറഞ്ഞു ടൈമിംഗ് ബെൽറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കണം, ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നേരെ ടൈം ബെൽറ്റൊക്കെ ഇളക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്നാലും നിങ്ങളായിട്ട് വീണ്ടും നമ്മൾ ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എഞ്ചിനിൽ പല ടൈപ്പ് എഞ്ചിനുകളുണ്ട്. ടൈമിംഗ് ചെയിൻ വരുന്ന എഞ്ചിനുണ്ട്, അതുപോലെ തന്നെ ടൈമിംഗ് ബെൽറ്റ് വരുന്നതുണ്ട്, ടൈമിംഗ് ഗിയറുകൾ വരുന്നതുണ്ട്. അപ്പോൾ 3 ടൈപ്പ് എഞ്ചിനുകളാണ്. അപ്പോൾ ഇതിൽ ടൈമിംഗ് ബെൽറ്റാണ്. ബെൽറ്റ് വരുന്ന വാഹനത്തിന് കിലോമീറ്റർ അധികം ഓടാൻ പാടില്ല. അതിനനുസരിച്ച് ബെൽറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് എനിക്ക് തോന്നുന്നു ഇത് 3ാമത്തെ ടൈമിംഗ് ബെൽറ്റ് ചേഞ്ചിങ് ആണെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇളക്കി നോക്കാം. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ടൈം ബെൽറ്റ്, ടെൻഷനർ, വാട്ടർ പമ്പ് ചെക്ക് ചെയ്യണം. ബെൽറ്റ് ടെൻഷനർ, പുറത്തോട്ടുള്ള ബെൽറ്റ് ടെൻഷനർ, പുറത്തെ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റർ AC ബെൽറ്റ് ഉണ്ട്. പിന്നെ എഞ്ചിൻ ഓയിലും ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം. EGR ക്ലീനിങ് ഉണ്ട്. സ്റ്റഡ് മൗണ്ട്, ഈ ഭാഗത്തുള്ള സ്റ്റഡ് മൗണ്ട് നല്ല ഗ്യാപ്പായിരുന്നു വണ്ടി ഓടി വന്നപ്പോൾ. ഇപ്പോൾ നമ്മൾ ജാക്കിയൊക്കെ വെച്ചതിന് ശേഷം ഗ്യാപ്പ് കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് സ്റ്റഡ് മൗണ്ട് ഇടിച്ച് താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഫ്രണ്ട് സസ്പെൻഷൻ നോയ്സ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം നമ്മളെല്ലാം നോക്കി ക്ലിയർ ചെയ്ത് വിടുന്നതായിരിക്കും. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് ഇളക്കണമെങ്കിൽ ഫ്രണ്ട് ഡ്രൈവാണ്, നമുക്ക് ഫൗണ്ടേഷൻ ഇളക്കണം. ഈ സൈഡ് കാണുന്ന എഞ്ചിൻ മൗണ്ടിങ് നമുക്ക് ഇളക്കണം. അതുപോലെ തന്നെ എഞ്ചിൻ പുള്ളിയൊക്കെ വരുന്നത് ഈ ഒരു സൈഡിലായിരിക്കും. റൈറ്റ് സൈഡ് വീല് നമുക്ക് എന്തായാലും ഇളക്കണം. ഇളക്കി ഈ കവറിങ് ഒക്കെ ഇളക്കി എഞ്ചിൻ പുള്ളി ഇളക്കിയതിന് ശേഷം ടൈമിംഗ് കവർ ഇളക്കണം. പിന്നെ ടൈം ബെൽറ്റ്. അപ്പോൾ ഇത്ര ഇളക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അങ്ങനെ എഞ്ചിൻ മൗണ്ടിങ് ഇളക്കി, എഞ്ചിൻ പുള്ളി ഇളക്കിയതിന് ശേഷം നമ്മൾ ടൈമിംഗ് കവർ ഇളക്കി. ടൈമിംഗ് ബെൽറ്റിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായി കാണുന്നതാണ്. ടൈമിംഗ് ബെൽറ്റിൽ ഒരു ടൈമിംഗ് മാർക്കുണ്ട്. ടൈമിംഗ് മാർക്കിനനുസരിച്ച് നമ്മൾ ടൈമിംഗ് ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ കാണുന്ന ടൈമിംഗ് ബെൽറ്റ് നമുക്ക് ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെ ഇളക്കിയെടുക്കാവും. ടൈമിംഗ് മാറിക്കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാകത്തില്ല, വാൽവ് എഞ്ചിൻ പണി ഉണ്ടാവും. അപ്പോൾ ടൈമിംഗ് കറക്റ്റാக നോക്കി ചെയ്യണം. അതിനോടൊപ്പം ഒരു കാര്യം പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ആരും സ്വന്തമായിട്ട് ചെയ്യരുത്. ഇത് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഇത്ര കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്യണം, ടൈമിംഗ് ബെൽറ്റ് ഇതാണ്, ഇന്ന കാര്യമാണ്, ഇത് കൂടുതൽ ഓടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവും, പൊട്ടിയാൽ എഞ്ചിൻ പണി ഉണ്ടാവും. അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കറക്റ്റ് സർവീസ് നിങ്ങൾ വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്യുവാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈമിംഗ് മാർക്കിംഗ് ഉണ്ടോ, ഇതിൽ ഓരോ പല്ലിലും ഓരോ ടൈമിംഗ് മാർക്കുണ്ട്. ഈ മാർക്കിംഗ് മാറിപ്പോയി കഴിഞ്ഞാൽ, തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ വൻ പണിയാവും. അത് പിന്നെ അല്പലാഭം പെരുംചേതം പോലെ ആയിപ്പോവും. അപ്പോൾ അത് നിങ്ങൾ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് തന്നെ കറക്റ്റ് ടൈമിൽ മാറ്റാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതിന് ടൈമിംഗ് ഉണ്ട്. ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഞ്ചിൻ TDCയിൽ നിൽക്കുന്ന, പിസ്റ്റൺ TDCയിൽ നിൽക്കുന്ന സമയത്ത് വാൽവ് ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചാണ് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത്. ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഞ്ചിൻ ഫ്യൂവൽ അകത്തോട്ട് പോയി കറക്റ്റ് രീതിയിൽ എഞ്ചിൻ കറങ്ങുന്നതിനനുസരിച്ച് ഹെഡ്, ഈ ക്യാം ഉണ്ടോ, ഹെഡിൻ്റെ ക്യാം കറങ്ങണം. അപ്പോൾ ഇത് രണ്ടും കറങ്ങി ഡീസൽ ഹൈ പ്രഷർ പമ്പിൻ്റെ പമ്പും ഡീസലും കറക്റ്റായിട്ട് കൊടുക്കുവാൻ വേണ്ടിയുള്ളതും ഒരേ സമയത്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ടൈമിങ്ങിനനുസരിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ കറക്റ്റ് ഫയറിംഗ് ആകത്തുള്ളൂ. ഫയറിംഗ് എന്ന് വെച്ചാൽ എഞ്ചിനകത്തൊരു സ്ഫോടനം, പൊട്ടിത്തെറി ഉണ്ടായാൽ മാത്രമേ വാഹനം സ്റ്റാർട്ടാകത്തുള്ളൂ. അപ്പോൾ ഡീസലായാലും പെട്രോളായാലും ടൈമിംഗ് ഉണ്ട്. ടൈമിങ്ങിനനുസരിച്ച് എഞ്ചിൻ ഫ്യൂവൽ അകത്തോട്ട് കൊടുക്കുമ്പോൾ ഒരു ഫയറിംഗ് ഉണ്ടാവും, പൊട്ടിത്തെറി ഉണ്ടാവും. അങ്ങനെയാണ് വാഹനം സ്റ്റാർട്ടായി വാഹനം ഓടുന്നത്. അപ്പോൾ അതിൽ ഓരോ ടൈമിങ്ങിനനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. ഓരോ ഫയറിങ്, ഓരോ സിലിണ്ടറിലും ഫ്യൂവൽ കൊടുത്തത് ഓരോ ടൈമിങ്ങിനനുസരിച്ച്. അപ്പോൾ അത് നമ്മൾ ടൈമിംഗ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ക്യാമിലൊരു ലോക്കുണ്ട്. ഈ കാണുന്ന നമ്മളിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു കാലിബറിൻ്റെ ഒരു പിന്നാണ് സ്വിഫ്റ്റിൻ്റെ. അപ്പോൾ ഇത് കറക്റ്റ് ലോക്ക്ഡാണ്. ഇതിലൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇത് ടൈമിങ് ഇവിടെ ഹെഡിനകത്ത് ലോക്ക് ചെയ്യണം. ഇനി ഈ ക്യാം കറങ്ങത്തില്ല. അപ്പം ഇതിലൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്, ഈ കാണുന്ന ഡോട്ട് കണ്ടോ. അപ്പോൾ ആ മാർക്കിംഗ് കറക്റ്റായിരിക്കണം. ഈ മാർക്കിങ്ങും അതുപോലെ തന്നെ ഇവിടെ ഒരു ഡോട്ടുണ്ട്, മാർക്കിംഗ് ഉണ്ട് ഈ ഹൈ പ്രഷർ പമ്പിൽ. ഇതും ഈ ഇവിടുത്തെ ബാക്കിലുള്ള ബോൾട്ടും കൂടി കറക്റ്റായിരിക്കണം, കറക്റ്റ് ടൈമിംഗ് ആയിരിക്കണം. അതും ഓക്കെയാണ്. ഇനി എഞ്ചിൻ പുള്ളിയുടെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഭാഗത്താണ്, അത് കാണിക്കാം. ഇതാണ് ബെൽറ്റിൻ്റെ ടെൻഷനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടെൻഷൻ ആവും. അപ്പോൾ ഇത് പിന്നെ വാട്ടർ പമ്പാണ്. വാട്ടർ പമ്പ് നമുക്കിത് ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻ്റ് ആണെങ്കിൽ മാറി കൊടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ ചേഞ്ച് ചെയ്യാമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. ഇതായി കാണുന്നതാണ് എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റിൽ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ മാർക്ക് മുകളിലായിട്ടായിരിക്കണം കേട്ടോ. ഈ ആരോ മാർക്കും അവിടെ ഒരു മാർക്കിംഗ് ഉണ്ട് ഈ കവറിലായിട്ട്, അതും കറക്റ്റ് ആയിരിക്കണം. ഞാനിപ്പോൾ താഴോട്ട് ഒരു മാർക്കിംഗ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു കാരണവശാലും മാറത്തില്ല. നമുക്ക് എളുപ്പ രീതി എന്ന് പറഞ്ഞാൽ ഈ ടൈമിംഗ് ബെൽറ്റ് മാറുന്ന സമയത്ത് ബെൽറ്റിൽ തന്നെ മാർക്കിംഗ് ഉണ്ട്. ഈ ഡോട്ടിലൊരു മാർക്കിംഗ് ബെൽറ്റിൽ വരും. പക്ഷേ ഇതിൽ കിടന്നിരുന്ന ബെൽറ്റ് മാഞ്ഞു പോകും. മാർക്കിംഗ് ഫസ്റ്റ് ഇടുന്ന സമയത്ത് നമുക്ക് കാണാത്തുള്ളൂ. പുതിയ ബെൽറ്റ് ഇടുമ്പോൾ ടൈമിംഗ് ഒരു കാരണവശാലും മാറത്തില്ല. അപ്പോൾ ഇതാണ്. പിന്നെ സ്റ്റാർട്ടറിൻ്റെ ബാക്കിൽ ക്രാങ്ക് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിപ്പം ആ നെട്ടൊക്കെ ഇളക്കി ലോക്ക് ചെയ്യുന്നത് കുറച്ച് പാടാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ക്രാങ്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ്. നമുക്ക് ഇളക്കിയെടുത്തിട്ട് ഡീറ്റെയിൽ നോക്കാം. നമ്മൾ സസ്പെൻഷൻ വർക്കായ സ്റ്റഡ് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. സ്റ്റഡിൻ്റെ മൗണ്ടിങ് നല്ലതുപോലെ പോയിട്ടുണ്ട്. സ്റ്റഡ് മൗണ്ടിങ് ഷേക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റഡ് പുള്ളർ വെച്ച് സ്റ്റഡ് കംപ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റഡ് മൗണ്ടിങ് നമ്മൾ മാറി കൊടുക്കണം. പ്ലേ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റഡ് ഇടിച്ച് താഴ്ന്നു പോയിട്ടുണ്ട്. അപ്പം നല്ലൊരു ജെർക്കിങ് ഇടി സൗണ്ട് നമുക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യും. അതൊക്കെ ചേഞ്ച് മാറാനാണ് ഈ ഒരു സ്റ്റഡ് മൗണ്ടിങ് മാറണം. അതിനോടൊപ്പം നമ്മൾ ബാലൻസ്ഡ് ബുഷ് നമുക്ക് ചേഞ്ച് ചെയ്യണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക് റോഡ് കംപ്ലയിൻ്റ് ഇല്ല. സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ഈ കാണുന്ന സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് നമുക്ക് മാറ്റണം. ഈ സ്റ്റിയറിംഗ് ബോക്സിനകത്ത് ഒരു ടിക്കിന് സൗണ്ട് ഉണ്ട്, അത് നമുക്ക് ചേഞ്ച് ചെയ്യണം. പിന്നെ ടയറോഡൻ്റെ ലിങ്ക് റോഡ് ഒന്നും വേറെ കുഴപ്പമില്ല. ലോവർ ആകുമ്പോൾ വേറെ കുഴപ്പം കാണുന്നില്ല. ബ്രേക്ക് പേഡ് ഓടാനുണ്ട്. അങ്ങനെ ബ്രേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ടയർ ആവാൻ വേണ്ടി പോകുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അത്യാവശ്യം സ്പെയർ എല്ലാം നമ്മൾ മേടിച്ചായിരുന്നു. നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റാണ്. ടൈമിംഗ് ബെൽറ്റ് ഇതിൽ വരുന്ന ഗെറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് നമ്മളെടുത്തിരിക്കുന്നത്. ടൈമിംഗ് ബെൽറ്റിൻ്റെ വില ഏകദേശം 2050 രൂപയോളം റേറ്റുണ്ട്. അപ്പോൾ പവർ ഗ്രിപ്പ് കമ്പനിയാണ് ഗെറ്റ്സിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഏതൊക്കെ വാഹനത്തിലാണെന്ന് വെച്ച് പിന്നെയെന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് ടൈമിങ്ങിൻ്റെ ടെൻഷനറാണ് വരുന്നത്. ടെൻഷനർ, ലോഗൻ, ഡസ്റ്റർ. പിന്നെ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം റേറ്റ് 3000 സംതിങ് വില ഉണ്ട് കേട്ടോ. ഈ ടെൻഷനർ മാത്രം 3392 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടെൻഷനർ, ബെൽറ്റ് ടെൻഷനർ. എപ്പോൾ നമ്മൾ ബെൽറ്റ് ചേഞ്ച് ചെയ്താലും ബെൽറ്റിൻ്റെ ടെൻഷനറും കൂടി മാറ്റണം എന്നുള്ളതാണ്. കണ്ടോ, ഈ കാണുന്നതാണ് ടെൻഷനർ. അത്യാവശ്യം ഗെറ്റ്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്പെയറാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെടുത്തു. ടൈമിംഗ് ബെൽറ്റായി. അടുത്തതായിട്ട് ഇതിൻ്റെ വാട്ടർ പമ്പ് ബെൽറ്റാണ്. വാട്ടർ പമ്പല്ല, സോറി, AC ബെൽറ്റാണ്. AC ഓൾട്ടർനേറ്റർ ബെൽറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6PK 1200 അപ്പോൾ ഇതിൻ്റെ നമ്പർ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 566 രൂപ റേറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഫിന്നർ എന്ന് പറയുന്ന കമ്പനിയാണ്. പിന്നെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് 2 എടുത്തിട്ടുണ്ട്. അത് സോന എന്ന് പറയുന്ന കമ്പനിയാണ്. പിന്നെ WD-40 ഓയിൽ ഫിൽറ്റർ, സ്റ്റഡ് മൗണ്ട് ഗബ്രിയിലാണ്. ഗബ്രിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റഡ് മൗണ്ടിങ്ങാണ്. മേളത്തെ ക്യാപ്പും സ്റ്റഡ് മൗണ്ട് 2 എടുത്തിട്ടുണ്ട്. ബാലൻസ്ഡ് ബുഷ് എടുത്തിട്ടുണ്ട്. ബെൽറ്റിൻ്റെ ടെൻഷനർ, ഈ കാണുന്ന ബെൽറ്റ് ടെൻഷനർ എടുത്തിട്ടുണ്ട്. ടെൻഷനർ ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു AC ഇടുന്ന സമയത്ത്. അപ്പോൾ അതിനോടൊപ്പമാണ് ഈ ടെൻഷനർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ എയർ ഫിൽറ്റർ എടുത്തിട്ടുണ്ട്. കൂളൻ്റ് 2 ലിറ്റർ എടുത്തിട്ടുണ്ട്. ഗിയർ ബോക്സ് ഓയിൽ 2.5 ലിറ്റർ എടുത്തിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ 5 ലിറ്റർ എടുത്തിട്ടുണ്ട്. 3 ബാക്കി ചില്ലറ കാസ്ട്രോളിൻ്റെയാണ്. 5W30 ബാക്കി 2 ലിറ്റർ 5 ലിറ്ററോളം എടുത്തിട്ടുണ്ട്. 4 ചില്ലറയാണ് വരുന്നത് എഞ്ചിൻ ഓയിൽ. അപ്പോൾ ഇത്രയും പാർട്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഡീസൽ ഫിൽറ്റർ കിട്ടിയില്ല. ഡീസൽ ഫിൽറ്റർ ഓർഡർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പാർട്സുകൾ നമുക്ക് ചേഞ്ച് ചെയ്യണം. ബെൽറ്റ് മാറുമ്പോൾ നമുക്ക് വാട്ടർ പമ്പ് മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. വാട്ടർ പമ്പ് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. വേറെ കംപ്ലയിൻറ്റ് അങ്ങനെ ഇല്ല. വാട്ടർ പമ്പിൽ നമ്മൾ ഷേക്കൊക്കെ നോക്കി. ഇത് എനിക്ക് തോന്നുന്നു 1,00,000 കിലോമീറ്ററിൽ വാട്ടർ പമ്പ് ചേഞ്ച് ചെയ്തതാണ്. വേറെ ഷേക്കും കാര്യമോ ലീക്കോ ഒന്നുമില്ല. ഈ കാണുന്നതാണ് വാട്ടർ പമ്പ് കേട്ടോ. ഈ പമ്പിൻ്റെ അടിയിലായിട്ട് വരുന്ന വാട്ടർ പമ്പ്. അപ്പോൾ 1,00,000 കിലോമീറ്റർ രണ്ടാമത്തെ ടൈമിംഗ് ബെൽറ്റ് മാറുമ്പോൾ 1,20,000 കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. ഇനി അടുത്ത് ചേഞ്ച് ചെയ്യേണ്ടത് 2,20,000 കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ 1,60 ആയിട്ടുണ്ട്. 1,63 കിലോമീറ്റർ ആയിട്ടുണ്ട് 1,00,000. അപ്പോൾ അടുത്ത പ്രാവശ്യം ചേഞ്ച് ചെയ്യണമെന്ന് കസ്റ്റമറിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബെൽറ്റെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് ടൈമിങ്ങൊക്കെ നമ്മളിപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ഓയിലൊക്കെ ചോർത്തി ഫിൽറ്ററുകളെല്ലാം മാറി, കൂളൻ്റ് മാറി, ഗിയർ ഓയിൽ, സ്റ്റഡ് മൗണ്ട്, ബാലൻസ്ഡ് ബുഷ്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ബ്രേക്ക് അഡ്ജസ്റ്റിംഗ്, കാലിബർ അടിയുണ്ട്. അതെല്ലാം തീർത്ത് കസ്റ്റമറിന് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ പുതിയ ബെൽറ്റും നമ്മൾ ടെൻഷനറും സെറ്റ് ചെയ്തായിരുന്നു. പുതിയ ബെൽറ്റിൽ ഓരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന മഞ്ഞ മാർക്ക്, ഈ ഡോട്ടും കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇത് ക്യാമിൻ്റെ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഹൈ പ്രഷർ പമ്പിൻ്റെ ഡോട്ടും
ആരോ മാർക്കും കറക്റ്റ് ആയിരിക്കണം. ഈ ബോൾട്ടിൻ്റെ നേരെയാണ് വരേണ്ടത്. അപ്പോൾ അത് ഓക്കെയാണ്. അതുപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അടി സൈഡിലും ബെൽറ്റിന് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് മാറത്തില്ല, നമുക്ക് ടൈമിങ് ഒരു കാരണവശാലും മാറത്തില്ല, എല്ലാം ഓക്കെ ആയിട്ട് വരും. കണ്ടോ, ഈ ഡോട്ടും ഈ വരയും കൂടി കറക്റ്റാണ്. ഒരു മഞ്ഞ വര കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ സൈഡിലുള്ള ഈ ഒരു ഡോട്ടും മഞ്ഞ വരയും കറക്റ്റാണ്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ടൈമിംഗ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് ബെൽറ്റ് ടൈറ്റ് ചെയ്യണം. ഇത് ഒറ്റ ടൈറ്റിങ് മാത്രമേ വരത്തുള്ളൂ, ഓട്ടോമാറ്റിക് അഡ്ജസ്റ്ററാണ്. ഇത് നമ്മൾ ആദ്യം ടൈറ്റ് ചെയ്ത് മാർക്കിംഗ് വെച്ചതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കായി ലൂസ് ആകും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ടെൻഷനറിൻ്റെ കാര്യം. ഇപ്പോൾ നമ്മൾ ടെൻഷനർ ടൈറ്റ് ചെയ്യണമെങ്കിൽ ഇതിലൊരു ഓരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്, ആൻറ്റി ക്ലോക്ക് വൈസാണ് വരേണ്ടത്. ഈ ഒരു അലങ്കി വെച്ചാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഈ അലങ്കി വെച്ച് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ആരോ മാർക്ക് ഈ കറക്റ്റ് സെൻറ്റർ വന്ന് നിൽക്കും. ഇപ്പോൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതാണ്ടോ, ഇതാണ് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാ ഇവിടെ ആൻഡ് വരും. അത് സെൻറ്റർ വെച്ചിട്ട് നമ്മൾ ഈ ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ടൈറ്റ് ആയിരിക്കും ബെൽറ്റ്. ഇനി നമുക്ക് ടൈറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതാണ് ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ടൈമിംഗ് ഓക്കെയാണ്. ഈ ബോൾട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എൻജിൻ കറക്കി നോക്കി വീണ്ടും ടൈമിംഗ് നോക്കണം. അതിനുശേഷം കവറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വാട്ടർ പമ്പ് എല്ലാം ഓക്കെയാണ്. എൻജിൻ പുള്ളി സെറ്റ് ചെയ്ത് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് ടെൻഷനർ പുറത്ത് ടെൻഷനർ ഓൾട്ടർനേറ്റർ ബെൽറ്റിൻ്റെ ടെൻഷനർ ബെൽറ്റ് എല്ലാം ചെയ്തതിന് ശേഷം ഓയിലൊക്കെ ഒഴിച്ച് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് മാറ്റേണ്ട രീതി എന്ന് പറഞ്ഞാൽ. 60,000 കിലോമീറ്ററിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. 60, 120 അങ്ങനെ പോകും. 180 കിലോമീറ്റർ അങ്ങനെയാണ് ഇത് പ്രൊസീജിയറായിട്ട് പോവേണ്ടത്. 1,00,000 കിലോമീറ്റർ അല്ല, അതിന് മുന്നേ നിങ്ങൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഡസ്റ്ററിൻ്റെ വർക്ക് കഴിഞ്ഞു. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു. വാഹനം ഓടിച്ച് നോക്കിയിട്ട് നിങ്ങളത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു. നല്ല സ്മൂത്ത് സൗണ്ടാണ്. നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ ഫ്രണ്ട് സസ്പെൻഷനിലെ സ്റ്റഡ് മൗണ്ട് 2 സൈഡ് നമ്മൾ ചേഞ്ച് ചെയ്തു. മൗണ്ടിങ്ങും മേളത്തെ ക്യാപ്പും ഷോക്കപ്സിൻ്റെ ഫ്രണ്ട് സ്റ്റഡ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. പിന്നെ സ്റ്റീറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റ് മാറി, കാലിബർ ഷിം ചെയ്തു, ബാലൻസ്ഡ് ബുഷ് മാറി. അപ്പോൾ അതാണ് ഫ്രണ്ട് വർക്ക്. പിന്നെ എഞ്ചിനിൽ സംബന്ധിച്ചാണെങ്കിൽ ടൈമിംഗ് ബെൽറ്റ് നമ്മൾ സെറ്റായിട്ട് മാറി. പുറത്തെ ബെൽറ്റ് ടെൻഷനർ മാറി, ടൈമിംഗ് ബെൽറ്റിൻ്റെ ടെൻഷനർ മാറി. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റർ ബെൽറ്റും മാറിയിട്ടുണ്ട്. ഇതായി കാണുന്ന ബെൽറ്റും മാറി. നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തു, ഓയിൽ ഫിൽറ്റർ മാറി, എയർ ഫിൽറ്റർ മാറി, കൂളൻ്റ് ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഗിയർ ബോക്സ് ഓയിൽ 2.5 ലിറ്റർ ചേഞ്ച് ചെയ്തു. ഡീസൽ ഫിൽറ്റർ മാത്രം നമുക്ക് കിട്ടിയില്ല, അത് ഒറിജിനൽ പാർട്സ് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്തില്ല. ഓർഡർ ചെയ്ത് കസ്റ്റമർ എടുത്ത് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ബാക്കിൽ ബ്രേക്ക് നമ്മൾ ചെയ്തായിരുന്നു. ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. ഫ്രണ്ട് കാലിബർ ഷിം ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, വണ്ടി ഓടിച്ച് നോക്കി. ഫ്രണ്ട് നോയ്സ് എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിൽ ചെയ്യേണ്ടത് വീൽ അലൈൻമെൻറ്റ് നോക്കണം. വീൽ അലൈൻമെൻറ്റ് നമ്മൾ ഫ്രണ്ട് സസ്പെൻഷൻ വർക്ക് ചെയ്തതുകൊണ്ട് വീൽ അലൈൻമെൻറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഫ്രണ്ടിൽ ടയറോടെ സ്റ്റിയറിങ്ങിൻ്റെ എന്തെങ്കിലും നമ്മൾ ഇളക്കിയോ ലൂസ് ചെയ്യുകയോ എന്തെങ്കിലും ഏതൊരു വാഹനത്തിന് ചെയ്താലും അപ്പോഴത്തന്നെ അലൈൻമെൻറ്റ് ചെയ്യണം. അത് മസ്റ്റാണ്. അലൈൻമെൻറ്റ്, വീൽ അലൈൻമെൻറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറന്നു തന്നെ സബ്സ്ക്രൈബ് നടത്തുള്ള ബെല്ലൈക്കൻ അമർത്തിക്കുള്ളൂ. ഇതുപോലെയുള്ള മെക്കാനിക് വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വർക്കിന് കൊണ്ടുവരണമെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനലിലും കൊടുത്തിട്ടുണ്ട്. വിളിച്ച് മെസ്സേജ് അയയ്ക്കുക. അതിൽ വിളിച്ചാൽ കിട്ടത്തില്ല. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും, സമയം കിട്ടുമ്പോൾ നോക്കി. അപ്പോൾ എന്നത്തേക്ക് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഒരു ഡേറ്റ് പറയും. ആ ഡേറ്റിനനുസരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും വർക്ക് നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് പോകാം എന്നുള്ളതാണ്. വലിയ വർക്കൊക്കെ ആണെങ്കിൽ 2 ദിവസം എടുക്കും. അപ്പോൾ ഓക്കെ, ബൈ, സി യു.